മക്കളെ, ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിന് പോകുന്നതിനേക്കാട്ടിലും മുന്നേ നിങ്ങൾ പഠിക്കേണ്ട മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ നിങ്ങൾക്ക് 70+ മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് നോക്കാം. ദെൻ അവസാനമായിട്ട് ഒന്നുകൂടി പറയുകയാണ്, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പോകാൻ. ക്വസ്റ്റ്യൻസ് മാത്രം വേണ്ടവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആൻസേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് പഠിച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ആ വെയിറ്റേജും വെച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ പാഠം നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് മാനേജ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സോ ഇമ്പോർട്ടൻസ് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കണം. കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസും പഠിച്ചു വെച്ചേക്കാം. ദെൻ മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് പ്രൊഫഷൻ ഏതെങ്കിലും ഒന്ന് ചോദിക്കൽ കുറവാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യം അത് കേട്ടോ. ദെൻ അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. എല്ലാ ചോദ്യവും വേണം, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് മതിയെ. ഉറപ്പായിട്ട് പഠിക്കേണ്ടത്, എല്ലാം വേണ്ടെന്നല്ല, നിങ്ങൾ പഠിച്ചോന്ന് ഉറപ്പ് വരുത്തണം. ആദ്യം പഠിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് പഠിച്ചിട്ട് ബാക്കി പഠിച്ചാൽ മതി. ദെൻ ഹെൻറി ഫാലിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, സ്കലാർ ചെയിൻ, ഗാങ് പ്ലാങ്ക്, യൂണിറ്റ് ഓഫ് കമാൻഡ്, അങ്ങനെയുള്ള ടേംസ് ഒക്കെ നമ്മൾ അതിൻ്റെ ഒപ്പം പഠിച്ചു പോലോ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സും ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വിത്ത് ഡയഗ്രം പഠിക്കണം. മൂന്നാമത്തെ പാഠത്തിൽ നിന്ന് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഡയമെൻഷൻസും പിന്നെ അത് ക്ലാസിഫൈ ചെയ്യാനും പഠിച്ചാൽ മതി. ദെൻ നാലാമത്തെ പാഠത്തിൽ നിന്ന് പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിൻ്റെ ഫീച്ചർ, പ്ലാനിങ് പ്രിമൈസ് എന്താണ്, പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജും സ്റ്റെപ്പും നമ്മൾ പഠിക്കണം. ദെൻ പിന്നെ നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തെ പാഠം ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്പ്, ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്, ഫോർമൽ ഓർഗനൈസേഷൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ്, ഇതിൻ്റെയൊക്കെ ഫിഗർ, ഡെലിഗേഷൻ. ദെൻ ചാപ്റ്റർ 6 സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിങ്ങിൽ നിന്ന് സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്പ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, അത് ഏതൊക്കെ വരുന്നു, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് സെലക്ഷൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, ഓൺ ദി ജോബ് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്, അതിൻ്റെ ഡിഫറൻസ്. ദെൻ ഏഴാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിൻ്റെ എലമെൻറ്റ്സ്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി, കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പ്, ഇമ്പോർട്ടൻസ്, കൺട്രോളിങ്ങിൻ്റെ ലിമിറ്റേഷനും പഠിക്കണം. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിന്ന് 3 ഫിനാൻസിങ് ഡിസിഷൻസ് ഏതൊക്കെ, എല്ലാം അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ക്യാപിറ്റൽ ബജറ്റിംഗ് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, ഫിക്സഡ് ക്യാപിറ്റൽ എന്താണ്, ഇത്രയും പഠിക്കണം. ചാപ്റ്റർ 10 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നിന്ന് മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ്, 4 P's ഇൻ മാർക്കറ്റിംഗ്, ബ്രാൻഡ് നെയിമിന് വേണ്ട ക്വാളിറ്റീസ്, പിന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പാക്കേജിങ്ങിൻ്റെ 3 ലെവൽസ്, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്, അഡ്വർടൈസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് റീഡ്രസൽ മെക്കാനിസം, കൺസ്യൂമർ റൈറ്റ് മാത്രം പഠിച്ചാൽ മതി. ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചിട്ട് ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വേണ്ടവരുണ്ടാവും, തൊട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാ ആൻസറും ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.